ഇനി അത്തപ്പൂക്കളം ഇടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഇടുക, ഇത്ര ഉള്ളു. സോ സിമ്പിൾ. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ദിവസം ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ കിടക്കുന്ന സാധനത്തെ അധികം വിശ്വാസം ഇല്ലാത്തത് കാരണം നമ്മള് ഒറിജിനൽ പൂക്കളത്തിന് പകരം ഇപ്രാവശ്യം ആർട്ടിഫിഷ്യൽ പൂക്കളാണ് ഇടാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ഉള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ തപ്പിപ്പറക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറെ റിബൺ ഉണ്ടായിരുന്നു, അത് ഞാനിങ്ങനെ ആ മെഷീനിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ലേയേഴ്സ് ആയിട്ട് മറ്റേ ഗ്യാതറിംഗ് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇങ്ങനത്തെ നമ്മൾ തലയിൽ വെക്കാൻ വേണ്ടി പണ്ട് മേടിച്ച കുറച്ച് പൂക്കൾ ഇരിക്കുന്നുണ്ട്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ കുറെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ലീവ്സ് ഇതെല്ലാം പറക്കി എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു മാറ്റും എടുത്തിട്ടുണ്ട്. ഈ മാറ്റിലാണ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സൺഫ്ലവറിന്റെ ഒക്കെ സൺഫ്ലവർക്ക് ഇങ്ങനത്തെ സൺഫ്ലവർ ആണ്. ഇതിന്റെയൊക്കെ ഈ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിന്റെ ഈ തുണ്ട് തുണ്ട് സ്റ്റെം തണ്ട്. അപ്പൊ ഈ സൺഫ്ലവറിന്റെ ഈ നടുക്കുള്ള ഈ ഒരു സാധനം ഞാനിങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന്റെ പെറ്റൽസ് ഒക്കെ സെപ്പറേറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പൂക്കളൊക്കെ ഇങ്ങനെ ഇതിന്റെ ഈ ഭാഗവും ഇതളൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇലയും ഒക്കെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ത്രെഡ് എടുത്തിട്ട് ഇതിലിങ്ങനെ സൂചിയൊക്കെ കോർത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതെല്ലാം ഇതിലേക്ക് ഇങ്ങനെ തുന്നി വെക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് സെന്ററിൽ നിന്ന് പണി തുടങ്ങാം. ഇത് കറക്റ്റ് വൃത്തത്തിന് കിട്ടിയത് കാരണം എനിക്ക് അധികം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ നമ്മളിപ്പോ സെന്ററിൽ നിന്ന് ആദ്യം ചെയ്തു തുടങ്ങാണ്. ഇപ്പോൾ സെന്ററിൽ ഒരു റെഡ് ഫ്ലവർ പോലെ തന്നെ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഈ നൂല് വെച്ച് തന്നെ ഇങ്ങനെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഈ ചങ്ങല തയ്യൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സാധനം പോലെ വെറുതെ ഇങ്ങനെ ഒന്ന് കൊളുത്തി ഇങ്ങനെ സൈഡിലേക്ക് പോവാം. അപ്പൊ ചെറിയൊരു പൂവിന്റെ ഷേപ്പൊക്കെ കിട്ടും. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ പുറത്തേക്ക് വരാൻ, എന്നാലും നമ്മൾ വിടില്ല. ശരിക്കും ഒരു വലിയ പൂവിന്റെ നടുക്ക് ഇങ്ങനെ ആ ഒരു പൂമ്പൊടിയുടെ ഭാഗം ഒന്ന് സെറ്റാക്കണം എന്നേ ഉള്ളൂ. അത് അങ്ങനെ ഏകദേശം തട്ടിക്കുട്ടിയൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറായിട്ട് നമുക്ക് ഈ ഒരു സൺഫ്ലവറിനെ തന്നെ ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് അടുക്കി ഒരു വട്ടത്തിനാക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ നൂലിൽ ഇങ്ങനെ കോർത്ത് ഒന്നിച്ച് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ലെയർ കഴിഞ്ഞ് അടുത്ത ലെയർ വരുമ്പോൾ അത് ഇച്ചിരി കോൺട്രാസ്റ്റ് കളറായ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ ഗ്രീനും യെല്ലോയും കൂടി ചേർത്തിട്ട് 2 ലേസ് ഒന്നിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഗ്യാദറായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുക ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ഈ ഒരു ഗ്രീന് യെല്ലോയുടെ അടുത്ത് വരുന്ന വിധത്തിൽ ഞാനിങ്ങനെ ഇതിന് ചുറ്റും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 2 ലൈനിൽ നമുക്ക് യെല്ലോ വന്നിട്ടുണ്ട്. അടുത്ത ലെയർ നമുക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഈ ഒരു ഉളൻ ത്രെഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് എടുക്കുന്നുണ്ട്. ഇതെനിക്ക് അത്യാവശ്യം കുറച്ച് സമയം പിടിച്ചായിരുന്നു. ഇതിങ്ങനെ എടുത്തിട്ട് ഇത് നമ്മുടെ സാധാരണ മുല്ലപ്പൂവൊക്കെ കെട്ടുന്നത് പോലെ തന്നെ ഇങ്ങനെ ബണ്ടിലാക്കിയിട്ട് ഞാനിങ്ങനെ കെട്ടി എടുക്കുക ചെയ്തത്. നൂലായതുകൊണ്ട് നമ്മളിങ്ങനെ കവർ ചെയ്ത് കെട്ടുന്ന സമയത്ത് ഇതിങ്ങനെ വളഞ്ഞു പോകുമായിരുന്നു. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരു റൗണ്ടിന് കണക്കാക്കിയിട്ടാണ് ഞാൻ കെട്ടിയെടുത്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ ഞാനിങ്ങനെ അടിയിലൂടെ നൂലിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത ലെയറായിട്ട് ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂക്കളാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഓരോരോ പീസായിട്ടാണ് നമുക്ക് മേടിക്കാൻ കിട്ടാറ്. അപ്പോൾ അതിലൊരു 3-4 പീസ് ഞാനിങ്ങനെ ഒന്ന് ജോയിൻ്റ് ആക്കിയിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അതിനോടൊപ്പം ജോയിൻ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വെള്ളം വന്നത് കാരണം തൊട്ടടുത്ത് എന്തായാലും ഒരു ഡാർക്ക് ഷെയ്ഡ് തന്നെ ആയിരിക്കും ഭംഗി ഉണ്ടാവുക. അപ്പോൾ എൻ്റെ അടുത്ത് ആകെ ഇനി ഓപ്ഷനായിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ ലീവ്സ് ആണ്. ഇത് നമുക്ക് ഈ പുറത്ത് ചെടികളൊക്കെ ഇങ്ങനെ പടർത്താൻ വേണ്ടിയിട്ട് ട്രില്ലീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ സൂര്യകാന്തി പൂക്കൾ പോലെയും പിന്നെ ഈ ഇലകൾ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇലകളെ ഞാനിങ്ങനെ കോർത്ത് ഒരു മാല പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്കിവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇതളുകളൊക്കെ ഇങ്ങനെ കുറച്ച് വൈഡായിട്ടിരിക്കുന്നത് കാരണം നമുക്കിങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റി. അപ്പോൾ ഞാനതിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ 3-4 ലെയർ നമ്മൾ വെറുതെ ഇങ്ങനെ റൗണ്ടായിട്ടാണ് ഡിസൈൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഇനി സൈഡിലേക്ക് വരുമ്പം ഒരു ഇതള് പോലെയൊക്കെ കൊടുത്തിരുന്നാലായിരിക്കും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റിഫായിട്ടുള്ള നെറ്റ് എടുത്തിട്ടുണ്ട്. അതിനിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഈ സൂര്യകാന്തി പൂക്കളെയൊക്കെ ഒന്ന് ഞാനിങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് തന്നെ നിലനിർത്തിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നല്ല തിക്കായിട്ട് കുറച്ചധികം ഇതിലുള്ളത് പോലെ തോന്നും. എന്നിട്ട് ആ പൂവിൻ്റെ നടുക്കുണ്ടായിരുന്ന ആ ഒരു ചെറിയ റൗണ്ട് പോർഷനും ഇതിലിങ്ങനെ ഒട്ടിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ചധികം ഞാനിങ്ങനെ ഈ പെറ്റൽസ് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെറ്റൽസും ഒക്കെ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഫ്ലവേഴ്സിൽ ഇനി ബാക്കി കുറച്ചുള്ളതും യെല്ലോ ആണ്. ഇനിയിപ്പം ഇതിനോടൊപ്പം യെല്ലോ ഒന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം എന്തെങ്കിലും കുറച്ചൊരു കോൺട്രാസ്റ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് ഉള്ളൻ ത്രെഡ് തന്നെയാണ് പിന്നെ എടുത്തിരിക്കുന്നത്.
പിന്നെ ക്രോഷേ ചെയ്ത് പരിചയമില്ലാത്തവർക്ക് ഇത് കാണുമ്പം ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് പോലെയൊക്കെ തോന്നുമെങ്കിൽ ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ മാറ്റ് ഓൾറെഡി ക്രോഷയിൽ ചെയ്തിരിക്കുന്ന മാറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നൂലൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മാറ്റുകൾക്ക് എത്ര വേണമെങ്കിലും വലിപ്പം കൂട്ടാം. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ ഗ്രീൻ വെച്ചിട്ട് ചെയ്യുന്നത് പോലെ അടുത്ത ലെയർ വേണമെങ്കിൽ വേറെ കളർ വെച്ചിട്ട് നമുക്കിങ്ങനെ ആഡ് ചെയ്ത് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്യാപ്പിലൂടെ നമുക്ക് കണക്ട് ചെയ്ത് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. അതുപോലെ തന്നെ ഇത് തിരിച്ചൂരി എടുക്കാനും വളരെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് നൂലൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ അരിയൊക്കെ വരുന്ന ചാക്കിൽ നമ്മളിങ്ങനെ വലിക്കുമ്പം നൂല് പോരില്ലേ, അതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഊരിപ്പോരും. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഞാൻ ഈ ഒരു ഗ്രീൻ കൊണ്ട് ഇങ്ങനെ ബോർഡർ പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം ആ ഒരു സൈഡൊക്കെ ഓക്കെയാണ്. ഇനിയിപ്പം നമുക്ക് ഇവിടെ കുറച്ച് ആയിട്ടുള്ള കുറച്ച് പോർഷൻ കാണുന്നുണ്ട്. ഇവിടെ എൻ്റെ അടുത്ത് ഇനിയിപ്പം ബാക്കിയുള്ളത് കുറച്ച് ഇലകളാണ്. അപ്പം ഈ ഒരു ഇതളുകൾ വരുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ 2 ലീഫ് ഇത് ഇങ്ങനെ ആഡ് ചെയ്ത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൻറ്ററിൽ ഞാനിങ്ങനെ ഒരു റെഡ് പോർഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതൾ വന്നിട്ട് മറിഞ്ഞു പോകുന്നുണ്ട്. അവിടെ ഞാൻ ഇങ്ങനെ ഈ ഒരു പൂവിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ഭാഗത്ത് വെക്കുന്ന ഒരു വട്ടത്തിലുള്ള സംഭവമില്ലേ, അതെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അത്തപ്പൂക്കളം ഇവിടെ സെറ്റായിട്ടുണ്ട്.